أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب زدني علما وقال رسول الله صلى الله عليه وسلم العلم من المهد إلى اللهد شفعنا رسول الله. ബഹുമാനമുള്ള ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ മഹല്ല് പ്രസിഡന്റ് കോയ ഹാജി, അതുപോലെ തന്നെ യോഗത്തിന് സ്വാഗത ഭാഷണം നിർവഹിച്ച മഹല്ല് ജനറൽ സെക്രട്ടറി ഷാജി സാഹിബ്, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ ബഹുമാനമുള്ള സഹ അധ്യാപകന്മാർ, ഉസ്താദുമാർ, മറ്റു രക്ഷിതാക്കള്, വിദ്യാർത്ഥികള്, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മജ്ലിസ് അല്ലാഹു റബ്ബ് തആല പൊരുത്തപ്പെട്ട മജ്ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളുടെ അല്പസമയം നല്ല കുട്ടികളായിട്ട്, നല്ല മക്കളാണ്, അല്ലാഹു നന്നാക്കുമാറാവട്ടെ. നല്ല ചർച്ചയോടുകൂടെ 2024-25 അധ്യയന വർഷം സമാപിച്ച് 2025-26 അധ്യയന വർഷം ഇന്ന് നമ്മുടെ ദുആയോടുകൂടെ ആരംഭിച്ചിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് ഇന്ന് ഈ സന്തോഷത്തോടുകൂടെ ആരംഭിച്ചതുപോലെ ഇതിന്റെ സമാപനം വരുന്ന സമയത്ത് നല്ല സന്തോഷത്തോടുകൂടി സമാപിക്കാനും അല്ലാഹു തുണക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഒരു മാസക്കാലം അവധി കഴിഞ്ഞാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കള് മദ്രസയിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത്. വലിയ സന്തോഷമുണ്ട്. നല്ല കുട്ടികളായിട്ട് എല്ലാ മക്കളും തലമറച്ച് നല്ല മറ്റ് മദ്രസകളിലൊന്നും പോയാൽ കാണാത്ത വലിയ ഒരു സന്തോഷം, ഒരു മാതൃക നമ്മുടെ ഹമീദിയ, ആ പേരിനൊത്ത് തന്നെ ഹമീദിയ അല്ലെ സ്തുതിക്കപ്പെട്ടത്. അപ്പൊ സ്തുത്യാർഹമായ രീതിയിലുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമകളായിക്കൊണ്ട് രക്ഷിതാക്കളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും കാണാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ മഹല്ലത്തിൽ ഒരു മാതൃകാ മഹല്ലാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലാഹു ആ നിലക്ക് മാതൃകാപരമായ എല്ലാ വിഷയങ്ങളും നമുക്ക് നിർവഹിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാതൃകാപരമായ സ്വഭാവം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ നേരത്തെ ഓതിവെച്ച പരിശുദ്ധമായ ഇൽമിനെ കുറിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു റബ്ബ് തആലയുടെ ശാസന, ആജ്ഞ, കൽപ്പന അവിടെ നിന്നുണ്ടായത്, നബിയെ റബ്ബി സിദ്നി ഇൽമ, ഇൽമിന്റെ വർദ്ധനവിനെ ചോദിക്കുക. ഇൽമ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇൽമ് അല്ലാഹു നൽകി. ആ വിജ്ഞാനം അതുപോലെ അതിന്റെ വർദ്ധനവിനെ ചോദിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബ് തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചുവെങ്കിൽ ഇൽമിന് ഒരു അറ്റം ഇല്ല. അത് എത്ര തന്നെ നാം കരഗതമാക്കിയാലും അതിന് ഒരു അന്ത്യം ഇല്ല. എന്ന് മാത്രമല്ല, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ജീവനാണ്. ഇതൊക്കെ നമ്മൾ എല്ലാ സമയത്തും കേൾക്കുന്നതാണ്. അതിനു പുറമെ ഇതൊരു സമ്പത്താണ്. ഏത് സമ്പത്ത്? മറ്റ് സമ്പത്തുകളൊക്കെ കൊള്ളയടിക്കും, പക്ഷേ ഇൽമാകുന്ന ഈ സമ്പത്ത് മറ്റൊരാൾക്ക് കൊള്ളയടിക്കാനോ തട്ടിക്കൊണ്ടുപോകാനോ സാധിക്കുകയില്ല. അങ്ങനത്തെ അതിമഹത്തായ അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്. ആ പരിശുദ്ധമായ
നൂറാകുന്ന അല്ലാഹുവിന്റെ കലാം പഠിക്കാൻ വേണ്ടിയാണ് മദ്രസത്തുൽ ഹമീദിയ മദ്രസ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് കെട്ടിടപരമായിട്ടൊക്കെ വലിയ സൗകര്യങ്ങളുണ്ട്. പക്ഷേ പോരാ, ഇനിയും നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാവണം. നമ്മുടെ മദ്രസയിലേക്ക് നോക്കിയാൽ ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ വീണ്ടും നമ്മുടെ കുട്ടികൾക്ക് മദ്രസയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ക്ലാസ് റൂമിൽ നിന്നും, അതുപോലെ തന്നെ ഉസ്താദുമാരിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നൊക്കെ ഉണ്ടാവണം. അതിന് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് കമ്മിറ്റിയും മഹല്ല് നിവാസികളൊക്കെ അത് വളരെ സന്തോഷത്തോടുകൂടെ ചെയ്തു തീർക്കാൻ തയ്യാറാണ്, സജ്ജരാണ്. ആഗ്രഹം ആ വോയിസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ. ഏതായിരുന്നാലും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എപ്പോഴാണ് മദ്രസയിൽ നിന്ന് വന്നാൽ വിടുക എന്നാണ് ചോദിച്ചത്. മദ്രസയിൽ എത്തിയിട്ടില്ല, ഇന്നലെ രാത്രിയിലൊരു ചോദ്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മദ്രസയിൽ വന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പോകണം. സ്കൂളുകളിൽ പോയാൽ അങ്ങനെയല്ല, ഒരുപാട് ആകർഷണീയമായ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമും അതുപോലെ തന്നെ മറ്റ് കൗതുകങ്ങളൊക്കെ ഉണ്ട്. ആ കൗതുകമായിരിക്കുന്ന ലോകത്താണ് നമ്മൾ എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം. കാലത്തിനനുസരിച്ച് നമ്മൾ